ഒരിക്കലും രണ്ട് കൊലപാതകങ്ങൾ ഒരുപോലെ ആകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് ഓരോ കൊലപാതകങ്ങളും വ്യത്യസ്ത രീതിയിൽ അന്വേഷിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്കിൽ പോലും ചില പ്രത്യേകമായിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റീവ് ടെക്നിക്കുകൾ കേസുകൾ വേഗം കണ്ടെത്താൻ നമ്മളെ സഹായിക്കും. അങ്ങനെയാണ് എനിക്ക് തോന്നാറ്. ഫിറോസ് ധാരുവാല മർഡർ കേസ് അന്വേഷിക്കുമ്പോഴാണ് ഞാൻ ഈ തിയറി ആദ്യം ശ്രദ്ധിച്ചത്. കൃഷ്ണദേശായിയുടെ കൊലപാതകികളെ പിടിച്ചപ്പോൾ ഞാനതിൽ വിശ്വസിക്കാൻ തുടങ്ങി. പിന്നീട് രമൺ രാഘവന്റെ കാര്യം വന്നപ്പോൾ ഈ തിയറിയാണ് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചത്. ഈ ടെക്നിക് മറ്റൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള 6 ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തിയാൽ പിന്നെ കേസ് തനിയെ സോൾവ് ആയിക്കൊള്ളും. ആദ്യത്തെ ചോദ്യം, കൊല്ലപ്പെട്ട വ്യക്തി ആരാണ്? ആരാത്? ആരാ അവിടെ നിൽക്കുന്നേ? പ്രഹ്ലാദ്? പ്രഹ്ലാദ് നീ തന്നെയല്ലേ? ഏയ്, നിനക്ക് വാ തുറന്നൊന്ന് പറഞ്ഞൂടെ? ഈ ഗ്രാമത്തിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് നിനക്ക് അറിഞ്ഞൂടെ? രണ്ടാമത്തെ ചോദ്യം, മരണം സംഭവിക്കാനുള്ള യഥാർത്ഥ കാരണം എന്താണ്? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. വി മസ്റ്റ് ഫൈൻഡ് ദ ട്രൂത്ത് ബിഹൈൻഡ് ദ ട്രൂത്ത്. മൂന്നാമത്തെ ചോദ്യം, കൊലപാതകം എവിടെ വെച്ച്? ബോഡി എവിടെയാണോ കണ്ടെത്തിയത് അവിടെ വെച്ചാകണമെന്ന് നിർബന്ധമില്ല. കൊലപാതകം നടത്തിയിട്ട് അവിടെ കൊണ്ടുവന്ന് ഇട്ടതാകാം. അതുകൊണ്ട് തന്നെ കൊല നടന്ന സ്ഥലം കണ്ടെത്തേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ വിളിക്കുന്നത് കേൾക്കുന്നില്ലേ? പാർവതി നിങ്ങൾ എവിടെയാന്ന് പറ. നാലാമത്തെ ചോദ്യം, കൊല നടന്നത് എപ്പോഴായിരുന്നു? കൊലപാതകം നടന്ന സമയമറിയാതെ നമുക്ക് ഒരിക്കലും ഒരു തീരുമാനത്തിലെത്താനാവില്ല. ആ സമയം കൊലപാതകികൾ എവിടെയായിരുന്നെന്നും എന്ത് ചെയ്യുകയായിരുന്നെന്നും. ഏഴാമത്തെ കൊലപാതകം സാറേ. എന്ന് വെച്ച് പാർവതി ബർഹാത്തയാണോ? അവര് തന്നെ. പരാഞ്ചേ വാ പോകാം. ബോഡി എവിടെയാ കിടന്നത്? അവരുടെ ബന്ധുവിന്റെ വയലിൽ. ഞാൻ പോകുന്ന വഴിക്കാ ബോഡി കണ്ടത് ഞാൻ ഇങ്ങോട്ട് ഓടി വന്നു. അഞ്ചാമത്തെ ചോദ്യം, എന്താണ് കൊലപാതകത്തിന് പിന്നിലുള്ള മോട്ടീവ്? അതിനുള്ള ഉത്തരം കണ്ടെത്തുക എപ്പോഴും എളുപ്പമായിരിക്കില്ല. അന്വേഷണം നടക്കുമ്പോൾ പല കാരണങ്ങളും തെളിഞ്ഞു വരും. നോക്കുമ്പോൾ അതിനെല്ലാം സാധ്യതയുള്ളതായും തോന്നും. ഓരോ കാരണങ്ങളും ചിന്തിച്ചു നോക്കി ഒടുവിൽ കൊലയ്ക്കുള്ള യഥാർത്ഥ കാരണം കണ്ടെത്തുമ്പോൾ
അപ്പോഴാണ് നിങ്ങൾ അന്വേഷണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിച്ചേരുന്നത്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട 6ാമത്തെ ചോദ്യം. എനി ഗസ്സസ്? ആരായിരിക്കും കൊലപാതകി? ഒരു അന്വേഷണ ഉദ്യോഗസ്ഥനെന്ന നിലയിൽ എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രാഥമികമായ ഒരു ഊഹം നിങ്ങൾക്കുണ്ടാവണം. പക്ഷേ നമ്മുടെ ഊഹം തെറ്റിയെന്നും വരാം. എപ്പോഴും ഇക്കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാലും കൊലപാതകി ആരാണെന്നറിയാൻ പിന്നെയും പകുതിയോളം ജോലി ബാക്കിയുണ്ട്. കോടതിയിലും അത് തെളിയിക്കണമെന്നതിനാൽ ആവശ്യത്തിനുള്ള തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ടാവണം. പക്ഷേ നിങ്ങളുടെ കൈവശം അതില്ലെങ്കിൽ പിടികൂടിയവരിൽ ഒരാളെ നിങ്ങൾ തയ്യാറാക്കിയിരിക്കണം, കുറ്റമേൽക്കുന്നതിനു വേണ്ടി. എക്സ്ക്യൂസ് മീ സാർ, സാറിനൊരു കോളുണ്ട്. ഞാനിപ്പോൾ വരാം. എനിക്ക് ദേശ്പാണ്ഡെ സാറിനെ ഒന്ന് കാണണം. വേണ്ട ഇരിക്കേ. സാർ, ഞാൻ പറഞ്ഞു വന്നത്, ഈ മാൻവത് കേസിനെ കുറിച്ച് എനിക്കറിയാം. പക്ഷേ ഇതുപോലൊരു ചെറിയ ഗ്രാമത്തിലേക്ക് ഒരു ബോംബെ CID ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എനിക്ക് അത്രത്തോളം പ്രഷറുണ്ടെന്നേ. 18 മാസത്തിൽ 7 കൊലപാതകം, എന്നിട്ട് ഒരാളെ പോലും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ സാർ, സാറിനറിയാവുന്നതല്ലേ, ഞാൻ മുംബൈയിൽ പ്രധാനപ്പെട്ട 2 കേസുകൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രമാകാന്ത്, ആ കേസുകൾ അന്വേഷിക്കുന്ന ഓരോ ഉദ്യോഗസ്ഥരും നിങ്ങളെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അവരോടൊക്കെ കാര്യങ്ങൾ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഇത്രയും വലിയൊരു കേസ് സോൾവ് ചെയ്യാൻ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ അത് നിങ്ങൾ മാത്രമാണ്. അങ്ങനെയൊക്കെയാണ് എല്ലാവരും എന്നോട് പറഞ്ഞത്. ആസ് യു സേ സാർ. നാളെ തന്നെ പുറപ്പെട്ടുള്ളൂ. യെസ് സാർ. രമാകാന്ത്, ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. എടുക്കട്ടെ? അനിത, ഇനി മതിയാക്ക, ഉറങ്ങാൻ നോക്ക. അച്ഛാ, അച്ഛന്റെ ബർത്ത്ഡേക്ക് അച്ഛൻ ഇവിടെ ഉണ്ടാവില്ലേ? മോളെ, ബർത്ത്ഡേ വരാൻ ഇനിയും 1 മാസം കൂടി ഇല്ലേ? കേസ് തീർക്കാൻ ഒരു 8-10 ദിവസം കൂടി പോരെ? എന്താ, ശരിയല്ലേ? ഞാൻ വരും. ഓക്കെ, അപ്പോൾ ഇനി വേഗം ഉറങ്ങണം. അച്ഛൻ 3 വരെ എണ്ണും. ഓക്കെ. 1 2 3. സാർ, സാറെന്താ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുക്കാത്തത്? എന്തിനാ വെറുതെ കാശ് കളയുന്നത്? ഇത് തന്നെ മതിയല്ലോ. ഇവിടെ ആളുകളെ ഒബ്സർവ് ചെയ്യാനും പറ്റും. എത്രയാ? 10 പൈസ. എനിക്ക് ഒരെണ്ണം. കപ്പലണ്ടി കപ്പലണ്ടി കടല 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 കപ്പലണ്ടി കപ്പലണ്ടി. സാർ, സാറിൻ്റെ ഫേമസ് 6th സെൻസ് എന്ത് പറയുന്നു ഈ കേസിൻ്റെ കാര്യത്തിൽ? എൻ്റെ 6th സെൻസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ കേസ് കുറച്ച് പാടായിരിക്കും. സാർ, പക്ഷേ ഈ കേസിനെ കുറിച്ചുള്ള ഫസ്റ്റ് ഇംപ്രഷൻ എന്താണ്? അണ്ടർ ഏജ്ഡായ 4 പെൺകുട്ടികളെയും പിന്നെ 3 സ്ത്രീകളെയും മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ട് ക്രൂരമായ രീതിയിൽ കൊല ചെയ്തു. മൂർച്ചയുള്ള ആയുധം എന്ന് വെച്ചാൽ കോടാലി. അവരുടെ പ്രൈവറ്റ് പാർട്സിലെല്ലാം ഈ ആയുധം കൊണ്ട് നല്ലതുപോലെ മുറിവേറ്റിട്ടുണ്ട്. ഒരു പക്ഷേ അവിടുന്ന് രക്തം എടുക്കാൻ വേണ്ടിയായിരിക്കും. ഇതൊക്കെ എനിക്ക് റിച്വലിസ്റ്റിക് ആയിട്ട് തോന്നുന്നു, ചില അഘോരി പൂജകൾക്കുള്ളതുപോലെ. പക്ഷെ അതിനെക്കുറിച്ചൊന്നും നമുക്കറിയില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഞാൻ ഈ പുസ്തകം വാങ്ങിയത്. ദി ബീച്ച് ക്രാഫ്റ്റ് ആൻഡ് ബ്ലാക്ക് മാജിക്. എൻ്റെ ദൈവമേ, പഠിക്കാനോ? അതെ, പഠിക്കണം. സാർ കാരണം കാച്ചിഗുഡ എക്സ്പ്രസ് ഇന്ന് കൃത്യസമയത്ത് വന്നു. ബാഗ് എടുത്ത് വെക്കേ സാർ. അല്ല, എന്തായി കാണിക്കുന്നേ ദാമോദർ? സാർ, ഇത്രയും വർഷമായിട്ട് സാറിന് എന്റെ പേര് ഓർമ്മയുണ്ടല്ലേ? പിന്നല്ലാതെ. വാക്കട്കർ, ഇത് ദാമോദർ ശുക്ല. എൻ്റെ കൂടെ 10 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ പെർബനിയിലായിരുന്നപ്പോൾ.
സാർ ഇത് പോങ്ഷേ സാറിനെ റിസീവ് ചെയ്യാൻ വന്നതാ. സ്റ്റേറ്റ് CIDക്ക് വേണ്ടി ഇദ്ദേഹമാണ് അന്വേഷണം നടത്തിയത്. ഹലോ സർ. ഹലോ, നമ്മൾ ഫോണിൽ സംസാരിച്ചിരുന്നല്ലോ. അതെ. ഹലോ. വരൂ സാർ, പോവാം. വരൂ. ചാവാനായിട്ട് ഇറങ്ങിയിരിക്കാനോടാ. കുൽക്കർണി സാറേ, എനിക്ക് ഉറപ്പാ നിങ്ങൾ ഈ കേസ് തെളിയിക്കും. പക്ഷേ വളരെ സൂക്ഷിക്കണം. സാറിന് അയാളെ അറിയാമോ? ഈ പെർബാനിയിലുള്ള എല്ലാവർക്കും സാറിനെ അറിയാന്നേ. ഇവിടുത്തെ അന്തരീക്ഷം വളരെ മോശമാണ് സാർ. സന്ധ്യ കഴിഞ്ഞാൽ ഒരൊറ്റ സ്ത്രീകളെ പോലും പുറത്തൊന്നും കാണാൻ കഴിയില്ല. പിന്നെ മാൻവത്തിലുള്ള ആളുകൾക്ക് ഇപ്പോൾ പോലീസിനെ ഒട്ടും തന്നെ വിശ്വാസമില്ല സാർ. സാർ, കുടിക്കാൻ കുറച്ച് വെള്ളം പോലും പോലീസുകാരാണെന്ന് അറിഞ്ഞാൽ അവർ കൊടുക്കത്തില്ല. നിങ്ങൾ ഈ കേസ് ഏറ്റെടുത്ത സമയത്ത് രണ്ടുപേരെ അറസ്റ്റ് ചെയ്തില്ലേ? അതെ, ഉത്തൻ റാവു ബർഗാട്ടയും രുക്മിണി ഭായിയും. സത്യത്തിൽ അവരാരാ? അതിൽ ഉത്തർ റാവു ബർഗാട്ടെ അവിടെ ഒരു പലചരക്ക് കടയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനോടൊപ്പം തന്നെ പഠിച്ച അയാൾ അവസാനം രാഷ്ട്രീയത്തിലെത്തി. വലിയ ആളുകളോടൊക്കെ കൂട്ടുകൂടി സംസാരിച്ച് വീഴ്ത്തി അയാൾ മുന്നോട്ട് പോയി. അങ്ങനെ മുനിസിപ്പൽ കൗൺസിലിന്റെ ചെയർമാനായി. അയാളുടെ ആദ്യ ഭാര്യയിൽ അയാൾക്കൊരു മോനുണ്ട്, ജയന്ത്. പക്ഷേ അവൻ അച്ഛനൊപ്പം തങ്ങാറില്ല. പൈസ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവൻ രുക്മിണിയുടെ സഹായം തേടി. എന്നിട്ട് അവൻ അവിടെ കള്ളച്ചാരായം വിൽക്കാൻ തുടങ്ങി. ഇതാണ് രുക്മിണിയുടെ ജാതിക്കാർ താമസിക്കുന്ന സ്ഥലം. അത് മട്ടൻ്റെ സ്മെല്ലാണ് സാർ. ഇവിടെയുള്ള ആൾക്കാരൊക്കെ റോ മട്ടൻ കഴിക്കുന്നവരാ. ഇവിടെ വച്ചാണ് ഉത്തം റാവു രുക്മിണിയെ കാണുന്നത്. അവരാണെങ്കിൽ കാണാൻ സുന്ദരിയാ. ആരും ഒന്ന് നോക്കി നിന്നു. പിന്നെ ഉത്തം റാവു ഇതിലൊക്കെ മിടുക്കനായിരുന്നു. അങ്ങനെ രണ്ടും ഒന്നായി. അവളുടെ ഭർത്താവ് അവളെ ഇട്ടിട്ട് പോയി. ഇയാൾ കൂടെ കൂട്ടി. പോരാത്തതിന് അവളുടെ അച്ഛന് ഇഷ്ടം പോലെ കാശും കൊടുത്തു. അങ്ങനെ അവളെ സിറ്റിയിലേക്ക് കൊണ്ടുവന്നു. ലെറ്റ്സ് ഗോ. എന്താടാ കാര്യം? അത് വക്കീൽ സാർ വന്നിരിക്കുന്നു. അയാൾക്ക് ഇപ്പോഴേ വരാൻ കണ്ടല്ലോ. ഈ നേരത്താണോ കാണാൻ വരുന്നത്? അയാളോട് നാളെ വരാൻ പറ. ഞാനാ അയാളെ വിളിപ്പിച്ചത്. ഇരിക്കാൻ പറ, ഞങ്ങളിതാ വരുന്നു. തുടക്കേ. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ സീനിയർ ഇൻസ്പെക്ടർ പാലഞ്ചി. സാർ, ഞാൻ ശരിക്കും സാറിന്റെ ഒരു വലിയ... സാർ, ഇതാണ് യൂസഫ്. ഇവിടുത്തെ കെയർടേക്കറും കുക്കും വാച്ച്മാനും ഒക്കെയാണ്. നമസ്കാരം. നമസ്കാരം സർ. ആ, അപ്പോൾ പോങ്ഷേ, യെസ് സർ. അവരുടെ പേരെന്തായിരുന്നു? ഉത്തം റാവു ആൻഡ് രുക്മിണി, റൈറ്റ്? അന്നപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് നിങ്ങൾ അവരെ അറസ്റ്റ് ചെയ്തത്? അവരുടെ വീടിനടുത്തുള്ള ആ ആൾമരത്തിനടിയിൽ നിധിയുണ്ട് അത്രേ. വർഷങ്ങളായി ആളുകൾക്കിടയിലുള്ള സംസാരമാണ്. സോ ഓരോ കൊലപാതകം കഴിയുമ്പോഴും അവിടെ നിന്നും മന്ത്രവാദത്തിൻ്റെയും പൂജകൾ ചെയ്യുന്നതിൻ്റെയും ശബ്ദം ആളുകൾ കേട്ടിട്ടുണ്ട്. ഓ, പിന്നെന്തിനാ അവരെ റിലീസ് ചെയ്തത്? കാരണം അവർക്കെതിരെ സാക്ഷി പറയാൻ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. മജിസ്ട്രേറ്റിന് ഞങ്ങളുടെ തെളിവുകൾ സോളിഡായും തോന്നിയില്ല. അതുമാത്രമല്ല, അവർ ലോക്കപ്പിൽ കിടന്ന സമയത്താണ് അടുത്ത 3 കൊലകൾ നടന്നത്. ആ, അതുകൊണ്ട് അവരെ റിലീസ് ചെയ്യേണ്ടി വന്നു. അതെ, പക്ഷേ അവർക്കൊരിക്കലും ഇനി മാൻവത്തിൽ കടക്കാൻ കഴിയാത്ത വിധം കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് കഴിഞ്ഞു. അവർ രണ്ടുപേരും ഇപ്പോൾ പെർബാനിയിലാണ് താമസം. അതുകൊണ്ട് ഇനി അവർക്ക് നമ്മുടെ അന്വേഷണത്തിലൊന്നും ഇടപെടാൻ കഴിയില്ല. നമസ്കാരം. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് ഞങ്ങളിനി എത്ര കാലം താണജാതിക്കാരെ പോലെ ഇവിടെ കഴിയേണ്ടി വരും? മാൻവതിലേക്ക് എപ്പോൾ പോകാൻ പറ്റുന്നാ? ഇരിക്കേ. ഞാൻ ശ്രമിക്കുന്നുണ്ട്, പറഞ്ഞില്ലേ? അതിനുവേണ്ടി തന്നെയാ നമ്മൾ പെറ്റീഷൻ ഫയൽ ചെയ്യാൻ പോകുന്നത്. മതി, ഞങ്ങൾക്ക് വേറെ പ്രതീക്ഷ ഒന്ന് പറ്റിക്കാൻ നോക്കണ്ട ദുസാനെ.
ഞങ്ങൾ ഇവിടെ തന്നെ കഴിഞ്ഞാൽ അവിടെയുള്ള ഞങ്ങളുടെ വയലൊക്കെ ആരാ നോക്കുന്നേ? രുക്മിണി ഭായിയുടെ സഹോദരി സമന്ത്രി ഭായ് അവരല്ലേ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവിടെ നോക്കി നടത്തുന്നത്. ഞാനറിഞ്ഞത് നിങ്ങളവിടെ ഇല്ലാത്ത സമയത്തും അവൾ അവിടെ ചാരായ ബിസിനസ് നടത്തുന്നുണ്ടെന്നാണ്. ഒരു കാര്യം പറഞ്ഞേക്കാം, നീ എന്നെ പഠിപ്പിക്കണ്ട. എനിക്ക് ഒരുത്തികളെയും വിശ്വാസമില്ല. കാശ് കണ്ട ഏത് നല്ലവനും വഴിതെറ്റും. ഞങ്ങളെ ഇവിടുന്ന് കരകയറ്റാൻ പറ്റുന്ന എന്തെങ്കിലും തനിക്ക് ചെയ്യാൻ പറ്റുമോ നോക്ക്. അതത്ര എളുപ്പമല്ല. മുംബൈയിലെ ക്രൈംബ്രാഞ്ചിൽ നിന്നുള്ള ഒരു വലിയ ഓഫീസർ ഈ കേസ് ഏറ്റെടുത്തിരിക്കുക. രമാകാന്ത് കുൽക്കർണി എന്നല്ലേ അയാളുടെ പേര്? ഞങ്ങളെന്താ പേപ്പർ വായിക്കില്ലേ? അയാൾ കുറച്ച് കടുപ്പമാണെന്നാണ് കേട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ അയാൾ ചാർജ് എടുക്കട്ടെ. അയാൾക്ക് തോന്നുന്ന പോലെ കേസ് അയാൾ അന്വേഷിക്കട്ടെ. അതോടുകൂടി ഈ കേസ് അവസാനിപ്പിച്ചു പോകുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് മൻവത്തിലേക്ക് തിരിച്ചു പോകാം. ഇപ്പൊ പോയ എന്താടോ? എന്നെ പേടിപ്പിക്കാൻ ആർക്കും പറ്റില്ല. ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാർ ഇവരാണ്. ആളുകളുടെ കയ്യിലൊന്നും കാശില്ല. പക്ഷെ അവിടെയുള്ള കള്ളു ഷാപ്പുകളിലെ കച്ചവട സാറ് കണ്ടാലുണ്ടല്ലോ, ഞെട്ടിപ്പോവും. പൂത്ത കാശാണ് അവരുടെ കയ്യിൽ. ഇപ്പൊ ശരിക്കും അവരുടെ കയ്യിലെ കാശുള്ളൂ സാർ. ഗ്രാമത്തിലുള്ള എല്ലാവരുടെയും വീടുകൾ പണയം വെച്ച് അവരുടെ നിന്ന് കാശ് വാങ്ങിച്ചിരിക്കുകയല്ലേ. അപ്പൊ അവരെ എതിർക്കാൻ ആരാ ഉള്ളത്? ശ്രദ്ധിച്ച്. വകിട്കർ, ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണമൊക്കെ ശീലിക്കാൻ പഠിക്കണം. ദാ, ചേടാ, ഇവിടുത്തെ പവർ കട്ട് ഒന്ന് ശീലിക്കേണ്ടിയിരിക്കുന്നു. ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. താങ്ക് യു അംബദാസ്. താങ്ക് യു സാർ. അല്ല, ഒരുപാട് വൈകിയല്ലോ. എല്ലാവരും റെസ്റ്റ് എടുക്കുക. എന്നാൽ രാവിലെ 7:30 മണിക്ക് തന്നെ എല്ലാവർക്കും പോലീസ് സ്റ്റേഷനിൽ വെച്ച് കാണാം. ഷാർപ്പ്. അതെ യൂസഫ്, ഇതൊന്ന് ലോക്ക് ചെയ്യാമോ പ്ലീസ്? ചെയ്യാം സാർ. താങ്ക് യു. സോറി, ഞാൻ ലേറ്റായല്ലേ? ഇല്ല സാർ, സമയമാവുന്നേ ഉള്ളൂ. അപ്പോൾ സോനവാനെ, സുഖമല്ലേ? അതെ സർ. പോകാം. നിങ്ങൾ ഉത്തം റാവുവിൻ്റെ ലിക്വർ ഷോപ്പുകൾ ഒരിക്കൽ പോലും റെയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടേ ഇല്ല? അത് അയാളുടെ ഷാപ്പുകൾ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ് സർ. ലൊക്കേഷൻ മാറിക്കൊണ്ടേയിരിക്കും. സ്ഥലം ഞങ്ങൾ കണ്ടുപിടിച്ചാൽ പോലും അവിടെ ചെന്നാൽ ഒന്നും കിട്ടില്ല. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്? അതാണ് ഇതുവരെ ആർക്കും പിടികിട്ടാത്തൊരു കാര്യം. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക്, പിന്നെ മൂന്നാമതൊരാൾ, നാലാമതൊരാൾ. സാർ, നമ്മുടെ ഇന്നത്തെ ലൈൻ ഓഫ് ആക്ഷൻ എന്താണ്?
നമുക്ക് ഗസ്റ്റ് ഹൗസ് റൂമുകളിലെ ഒരെണ്ണം ഇൻസിഡൻസ് റൂമാക്കി മാറ്റാം. ഓക്കെ സർ. പക്ഷേ എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. പറഞ്ഞോളൂ സാർ. ഈ മാൻവത്തിൻ്റെ കിട്ടാവുന്നതിലും വലിയൊരു മാപ്പ് വേണം. കളർ ചോക്കുകൾ, സ്റ്റിക്കി ടേപ്പുകൾ, പിന്നെ വലിയൊരു ബോർഡും വേണം. ശരി സാർ. പേരെന്താ? ദത്തസുധാർ. എന്താ സംഭവിച്ചത്? കുറച്ച് ദിവസം മുമ്പ് ആരോ എൻ്റെ കോഴിയെ മോഷ്ടിച്ചു. അതിനെ ആരെങ്കിലും ഇപ്പോൾ കൊന്നു തിന്ന് ആ കഴിച്ചത് ഇപ്പോൾ ദഹിച്ചിട്ടും ഉണ്ടാവും. ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് ഒരു കാര്യമില്ല ദത്ത. ആരോ അതിൻ്റെ കഴുത്തറുത്ത് വാതിലിനരികിൽ വച്ചിരുന്നു, ഗ്രാമത്തിനടുത്ത്. എൻ്റെ ദൈവമേ, എന്തോ മന്ത്രവാദമാണെന്ന് തോന്നുന്നു. എനിക്കെതിരെ ആരോ ചെയ്തതാ. അതിനാ അവൾ എൻ്റെ കോഴിയെ മോഷ്ടിച്ചത്. മന്ത്രവാദത്തിൻ്റെ കാര്യം വിട്ടേക്ക്. മോഷ്ടിച്ച കാര്യം ഞാൻ എഴുതിക്കോളാം. എപ്പോഴാ മോഷ്ടിച്ചത്? നിങ്ങളൊക്കെ എവിടെന്നാ? പട്ടുടയിൽ നിന്നാ. പട്ടൂട. എന്റെ പെങ്ങൾ അവിടേക്കാ കെട്ടിച്ചത്. ആന്നേ. എടോ, വർത്തമാനം നിർത്ത്, സാറിങ്ങെത്തി. വായിക്ക്, എന്തെങ്കിലും വായിക്ക്. വെൽക്കം സർ. മാൻവത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് സ്വാഗതം. പ്ലീസ് സർ. വരൂ സർ. വരൂ സാർ. പ്ലീസ് കം സർ. അകത്തേക്ക് വരണം സാർ. പോക്കറ്റ് അടിക്കാരാ, ഫ്രഷ് ക്യാച്ചാ. ഏയ്, തലമുനിക്കടാ. പ്ലീസ് ദിസ് വേ സർ, ദിസ് വേ. ദാ അവിടെ ഇരുന്നോളൂ സർ. സർ, ദാ അവിടെ. എടുക്കൂ സർ. എന്താ കാര്യം? ഞങ്ങൾക്ക് എല്ലാവർക്കും ഇതൊരു പ്രത്യേകതയുള്ള ദിവസമാണ് സാർ. അതുകൊണ്ട് ഞങ്ങൾ സിറ്റിയിൽ നിന്ന് വരുത്തിച്ചതാ. ഇന്നെന്താ അത്ര പ്രത്യേകത? എനിക്കറിയണമായിരുന്നു. ഞാൻ പറയാം സർ. എടുക്കൂ സർ. ഇന്ന് താങ്കളെപ്പോലെ ഒരു ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ ഞങ്ങളുടെ ഈ ചെറിയ സ്റ്റേഷൻ ധന്യമായിരിക്കുകയാണ്. ഞങ്ങൾ ഭാഗ്യശാലികളാണ്. ഈ നിമിഷം സുവർണ ലിപികളിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെടും. അവിടുത്തെ സാന്നിധ്യത്തിന് നന്ദി. സർ, ഞങ്ങളുടെ ഒരു എളിയ അപേക്ഷ എന്തെന്നാൽ ദിശ തെറ്റി ഒഴുകുന്ന ഈ കപ്പൽ അവിടുത്തെ അനുഭവ സമ്പത്ത് കൊണ്ട് സംരക്ഷിച്ച് കൊണ്ടുപോയാലും. നിങ്ങളിൽ ആരെങ്കിലും ഒന്ന് പോയി അവരോടൊന്ന് നിർത്താൻ പറയും. എടോ, ഒന്ന് നിർത്തണോ? ഒച്ച ഉണ്ടാക്കാതിരിക്കേ. നിർത്തണോ? ഏയ്, താൻ നിർത്തുന്നുണ്ടോ? ഞാൻ പിടിച്ച് അകത്താക്കണോ? ഇവന്മാരെ കൊണ്ട്. മാൻവത്തിലെ നിരപരാധികളായ കുട്ടികളുടെ കൊലപാതകത്തിൽ നാളിതുവരെയും ഇരുട്ടിൽ തപ്പി പോലീസ്. കേസിൽ പോലീസിന്റെ കാര്യക്ഷമത ഒരു ചോദ്യചിഹ്നം. ഇതൊക്കെ വായിക്കുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവർക്കും ഇപ്പോൾ നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടല്ലോ. ഇത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ്. നിങ്ങൾ എന്തിനാ സീറ്റ്സ് കൊടുത്തത്? എന്നെ സ്വീകരിക്കാനോ? ഞാനെന്താ മജീഷ്യനാണോ? ഞങ്ങൾക്കൊരു തെറ്റുപറ്റി. അതിന് ഞങ്ങൾ സോറി പറയാം സർ. നമുക്ക് നാളെ തന്നെ അന്വേഷണം ആരംഭിക്കാം. അതെന്താ നാളെ? ശുഭമുഹൂർത്തം നാളെയാണോ? പോകാം. ഇവിടെയുള്ള എല്ലാ ഫയൽസും എടുത്തോ. ആദ്യത്തെ ബോഡി കിടന്ന സ്ഥലം എനിക്ക് ഉടനെ കാണണം. ലെറ്റ്സ് ഗോ. ഫയലെടുക്ക്. ഗയേ, വേഗം വന്നേ. നീ മുന്നേ പൊയ്ക്കോ.
ഇത് നോക്ക്. നിങ്ങളിൽ ആരാണ് ഗയാബായിയുടെ ഡെഡ് ബോഡി ആദ്യം കണ്ടത്? ഞാനാ കണ്ടത് സാർ. കൃഷ്ണാതെങ്കിലെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്ന് കുട്ടിയുടെ ബോഡി ഇവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു. എനിക്ക് ഉറപ്പായിരുന്നു അത് ഗയാബായി ആണെന്ന്. കാരണം സക്കാറുണ്ടല്ലോ കുട്ടിയുടെ അച്ഛൻ, അയാൾ സ്റ്റേഷനിൽ വന്ന് കുട്ടിയെ കാണാനില്ലെന്ന് മിസ്സിംഗ് കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളെ ഇവിടെ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ കൊണ്ടുവന്നു. ആ കൃഷിസ്ഥലം ആരുടെയാ? ശ്രീരംഗ ബർഗാത്തയുടെയാ. അപ്പോൾ ഈ കാണുന്നത്? ഉത്തം റാവു ബർഗാത്തയുടെ. അപ്പോൾ രണ്ടുപേരും ബന്ധുക്കളാ? അല്ല സാർ, ബർഗാത്ത ഇവിടെ എല്ലാവർക്കും ഉള്ള പേരാ. പരഞ്ജയ് സർ. ഗയാബായിയുടെ അച്ഛൻ പറയുന്നത് അവളെ കാണാതായ സമയത്ത് അയാൾ അവളെ തിരയുന്ന സമയത്ത് ഈ സ്ഥലത്തും തിരഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ ബോഡി ഉണ്ടായിരുന്നില്ല. അയാൾ മാത്രമല്ല, ഞാനും ഇവിടെ ഒന്ന് നോക്കിയതാ സാർ, പക്ഷെ ഞാനൊന്നും കണ്ടില്ല. അതിനർത്ഥം ആ പയ്യൻ പറഞ്ഞതുപോലെ അവൾ ചാണകം ശേഖരിക്കുന്ന സമയത്ത് ആരോ അവളെ കിഡ്നാപ്പ് ചെയ്ത് മറ്റേതോ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതാണ്. എന്നിട്ട് അവിടെ വെച്ച് അവളെ കൊന്നു. അപ്പോൾ 2 ദിവസം ബോഡി അവിടെയായിരുന്നു. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടു. ആ ശരിയാ സാർ. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു. കില്ലർ എന്തായിരിക്കും അങ്ങനെ ചെയ്തത്? പക്ഷേ സാർ, ബോഡി ഒളിപ്പിക്കുന്നതായിരുന്നില്ല അവരുടെ മോട്ടീവ്. പിന്നെന്തായിരിക്കും മോട്ടീവ്? എന്തുകൊണ്ടാണ് ഇതൊന്നും ഗ്രാമത്തിലുള്ള ഒരാളുടെ പോലും ശ്രദ്ധയിൽപ്പെടാതിരുന്നത്? ഒരു സംശയവും തോന്നിയില്ലേ? ഗ്രാമത്തിൽ മൊത്തം എത്ര പേരുണ്ട്? പെർബാനിയിലെ വലിയ ഗ്രാമങ്ങളിൽ ഒന്നായത്. പക്ഷെ പുറത്തു നിന്നൊരാൾ വന്ന് ആളുകളെ കൊല്ലാൻ മാത്രം വലുതല്ലല്ലോ. കാരണം പുറത്തുനിന്ന് പുതിയൊരാൾ വന്നാൽ ആളുകൾ പെട്ടെന്ന് തിരിച്ചറിയില്ലേ? കറക്റ്റ്. അതിനർത്ഥം കില്ലർ ഈ ഗ്രാമത്തിലുള്ളതാ. മറ്റുള്ളവർക്കൊപ്പം അയാളും ഇവിടെ ജീവിക്കുന്നു. വേഗം വാ, വേഗം കൊടുക്ക. ഗയാബായിയുടെ ബോഡിയുടെ ഫോട്ടോസ് ഒന്നുമില്ലല്ലോ. ഇവിടെ ഉണ്ട് സാർ. ഇതാ ഇവിടെ ഉണ്ട്. ഇവിടെ ബോഡി പൊസിഷൻ, മുറിവുകൾ ഇവിടെയൊക്കെ, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസ് ഇതിലുണ്ട് സാർ. അതൊക്കെ ശരി തന്നെ, പക്ഷേ എനിക്ക് ഫോട്ടോഗ്രാഫ്സ് വേണം. സോറി സാർ, ഫോട്ടോസ് ഇല്ല. ഇല്ലെന്ന് വെച്ചാൽ? എന്ന് വെച്ചാൽ ഫോട്ടോ എടുത്തിട്ടില്ല. അതെന്താ? മുംബൈയിൽ നിങ്ങൾക്കുള്ളതുപോലെ ഇവിടെ ഞങ്ങൾക്ക് പോലീസ് ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ല സാർ. ഈ കല്യാണ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലേ, അവരെ എടുക്കാറ്. മനസ്സിലായി. അപ്പോൾ മറ്റു ഫോട്ടോസിൻ്റെ കാര്യം? ബാക്കിയെല്ലാം അതിലുണ്ട് സാർ. ഇത് മാത്രമാണ് ഇല്ലാത്തത്. ഇരകളുടെ മുഖം ഒന്നിലേറെ തവണ വെട്ടിമുറിച്ച് വികൃത രൂപത്തിലാക്കിയിരിക്കുന്നു. അതെ സാർ, ശരീരത്തിൽ ഒരു അടയാളം വെച്ചാ അവളുടെ അച്ഛൻ അവളെ തിരിച്ചറിഞ്ഞത്. പക്ഷേ മുഖം എന്തിനാ വികൃതമാക്കിയത്? പോകാം. അതെന്താ? അതിനെ പാന്ത്രി അമ്പലം എന്നാണ് പറയുന്നത് സാർ. പാന്ത്രിയ? അതെന്ത് ദൈവമാണ്? ദൈവമായിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. അങ്ങനെ പറഞ്ഞാൽ എന്താ പരഞ്ജയ്? കാണാൻ അമ്പലം പോലെയാണ്, പക്ഷെ ആരും പൂജ നടത്താറില്ല. പിന്നെ എന്തിനാ അവരിത് പണിതത്? നിസാം ആക്രമിക്കപ്പെട്ട സമയത്ത് ഗ്രാമത്തിലുള്ള എല്ലാ ആളുകളും ഗ്രാമം ഉപേക്ഷിച്ചു പോയി. മുതിർന്നവർ പറയാറുണ്ട് പർബാനിയിലുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ പണക്കാർ ഈ മാൻവത്തിലുണ്ടായിരുന്നെന്ന്. അവരുടെ എല്ലാം പണം, സ്വർണം, വിലപിടിച്ച വസ്തുക്കൾ, അതൊക്കെ വേഗം പറയേ. അവരതെല്ലാം ശേഖരിച്ച് ഒരിടത്ത് കുഴിച്ചു മൂടുകയായിരുന്നു. പിന്നീട് അതിന് ചുറ്റിലുമായി കുറച്ച് അമ്പലങ്ങളും അവർ കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ഗ്രാമവാസികൾ വിശ്വസിക്കുന്നത് ഇതിനടിയിൽ നിധിയുണ്ടെന്നാണ്? ശരിയാണ് സാർ. പിന്നെ ഇതിന് ചുറ്റിലുമുള്ള സ്ഥലം പാന്ത്രിയാസമാണെന്ന് പറയും. ഗ്രാമത്തിൽ ഇങ്ങനെ എത്ര എണ്ണം ഉണ്ട്? 10-12. 10-12? നാളെ ആദ്യത്തെ ജോലിയായിട്ട് ഇതുപോലുള്ള സ്ഥലങ്ങൾ മാപ്പിൽ മാർക്ക് ചെയ്യണം. യെസ് സാർ. പിന്നൊരു കാര്യം, എനിക്ക് ബ്ലാക്ക് മാജിക്കിൽ താല്പര്യമുണ്ടെങ്കിൽ അതിന് പറ്റിയ മന്ത്രവാദി ആരുണ്ട്? കാച്ചു പാക്കു. ഇവിടെ അയാൾ മാത്രമാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാച്ചു പാക്കു എന്നുവെച്ചാൽ അയാളുടെ ശരിക്കുള്ള പേര് കാച്ചു ലതീപ് എന്നാണ്. പക്ഷെ എല്ലാവരും കാച്ചു പാക്കു എന്നാണ് വിളിക്കുന്നത്. അയാളെ ചോദ്യം ചെയ്തിരുന്നോ?
അതെ സാർ, പക്ഷേ പ്രത്യേകിച്ച് വിവരങ്ങളൊന്നും കിട്ടിയില്ല. ശരി, നാളെ അയാളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുക. എനിക്കൊന്ന് സംസാരിക്കണം. ശരി സാർ. പക്ഷേ അയാളെ മന്ത്രവാദി എന്നല്ല, സിദ്ധൻ എന്നാ പറയാറ്. സിദ്ധനെന്ന് വെച്ചാൽ? എന്നുവെച്ചാൽ പ്രവചനം നടത്തുന്നയാള്. ഭൂതം, വർത്തമാനം, ഭാവി. ഓ, സിദ്ധനല്ലേ? ആ. പരൺജയ് സർ, നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് ഇവിടെ പൂജ നടത്താറില്ലെന്ന്? ഇത് നോക്ക്. ഏയ്, വേഗം നടക്ക്. ഇതാമേ. വേഗം അകത്തേക്ക് കയറ. ശരി. ഇല്ല. സാർ, സാർ, വാതിൽ വേഗം തുറക്കൂ സാർ. വേഗം വേഗം പോണം സാർ. പക്ഷെ എന്താ കാര്യം? ആരോ ഒരു പെൺകുട്ടി അറ്റാക്ക് ചെയ്തു സാർ. വാട്ട്? കുട്ടിയുടെ നിലവിളി കേട്ട് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയിരിക്കുക സാർ. അയാളെ പിടിച്ച് അവിടെ കെട്ടിയിട്ടിരിക്കുക. നാട്ടുകാർക്കാണെങ്കിൽ ഭ്രാന്ത് പിടിച്ച മട്ട. പോലീസിനെ പോലും അങ്ങോട്ട് അടുപ്പിക്കുന്നില്ല. അന്വേഷണം തുടങ്ങിയ ദിവസം തന്നെ അവനെ കിട്ടിയല്ലോ. വിശ്വസിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾ എന്തായി കാണിക്കുന്നത്?